പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ 1710 ഏക്കറിലാകും പദ്ധതി. 3806 കോടിയാണ് പദ്ധതി ചെലവ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണുവിന് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ മാസം പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം തേടി മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രം നിർദ്ദേശിച്ച കൺസൾട്ടൻസി കമ്പനിയുടെ പഠന റിപ്പോർട്ടിന്റെയും പല ഘട്ടത്തിലുള്ള ഈ ഉന്നതതല ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഗ്ലോബൽ സിറ്റി പദ്ധതി കേരളത്തിന് അനുവദിക്കാനായിട്ടുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാലക്കാട് ആണ് ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് നേരത്തെ തന്നെ ഇതിനായിട്ട് സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. 1710 ഏക്കറിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഇതിന്റെ പ്രൊജക്ട് കോസ്റ്റ് ആയിട്ട് പറയുന്നത് 3806 കോടി രൂപയാണ്. ഏതാണ്ട് 51,000-ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം ആണ് ഈ അവകാശവാദം കേന്ദ്ര പ്രക്ഷേപണകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത്. ഈ ഫോക്കസ് ചെയ്യുന്ന സെക്ടറുകൾ മെഡിസിനൽ, കെമിക്കൽ ആൻഡ് ബൊട്ടാനിക്കൽ പ്രോഡക്ട്സ്, ഒപ്പം ഹിറ്റാച്ച് ഇൻഡസ്ട്രി അടക്കമുള്ളവ കേന്ദ്രീകരിച്ചുകൊണ്ടാകും ഈ പ്രവർത്തനം ഉണ്ടാവുക. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രവും കൂടിയായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനായിട്ടുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര പ്രക്ഷേപണകാര്യമന്ത്രി കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുകയാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.